എല്ലാവർക്കും നമസ്കാരം. സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ട്രയൽ നടത്തണം അല്ലേ? അപ്പോൾ നമുക്ക് കയ്യിൽ എന്തൊക്കെ ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വലിയ ചിലവൊന്നും കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കയ്യിൽ വേണം എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറേ നാളുകൾ എടുത്തു ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അതായത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇത് എവിടെ നിന്നൊക്കെ കിട്ടും, അങ്ങനെ ഞാൻ പല പല കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ട്രയൽ നടത്തിയത്. അപ്പോൾ ട്രയൽ നടത്തുമ്പോൾ നമുക്കതിൻ്റെ ഡ്രോബാക്സും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ നമുക്ക് ഒത്തിരി കാശ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. കാരണം മേടിച്ചിട്ട് പിന്നെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് യൂസ് ഇല്ലാതായി പോകും അല്ലേ? അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡിജിറ്റൽ സ്കെയിലാണ്. കാരണം നമ്മൾ പല ഇൻഗ്രീഡിയൻസും നമ്മൾ ഗ്രാമിൽ 1 ഗ്രാം മുതൽ അവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ 0.00 അങ്ങനെയുള്ള ഗ്രാമിലും നമ്മൾ അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 0.00 എന്ന ഗ്രാമിൽ പറയുന്ന ഡിജിറ്റൽ സ്കെയിൽസ് അവൈലബിൾ ആണ്. എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് 0.00 ഞാൻ 0 ഗ്രാം എന്ന് കാണിക്കുന്ന ഒരു വലിയ ഇതാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അതിൽ ചെറിയ ചെറിയ അളവുകൾ എനിക്ക് അളന്നെടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 സ്കെയിലായിട്ടാണ് എനിക്കുള്ളത്. ഇതാണ് ഡിജിറ്റൽ സ്കെയിൽ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് 50 ഗ്രാം വരെ അളക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ വലിയ ടൈപ്പ് കിട്ടും. ഇത് സ്വർണ്ണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത്. പക്ഷെ വലുത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവാത്തതാണ് ഞാൻ 2 എണ്ണമായിട്ടാണ് മേടിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ 0.00 കണ്ടു. അപ്പോൾ ഈ സാധനം ഇതുമ്പോൾ വയ്ക്കുമ്പോൾ കണ്ടോ 4.35 ഗ്രാം ഈ സാധനം ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രാം അളന്നെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എല്ലാത്തിലും ഉണ്ടാവും ഈ ടയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ വേണം. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങിക്കുമ്പോൾ ഓൺലൈൻ മേടിക്കുമ്പോൾ ടയർ എന്നുള്ള ബട്ടൺ ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അല്ല ഗ്രാമും ആയിരിക്കണം. പല മോഡിലുണ്ടാവും അത്. അപ്പോൾ ഗ്രാമിലുള്ളത്. അപ്പോൾ ടയർ കാണിക്കുമ്പോൾ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അവിടെ കാണിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ, ഇൻഗ്രീഡിയൻറ്റ് വരുമ്പോൾ. അപ്പോൾ അതിലുള്ള ഈ സാധനത്തിൻ്റെ വെയിറ്റ് അവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ഒഴിച്ചത് അതിപ്പോൾ 2.10 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ടയർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം നമ്മളിനി അടുത്തത് ഒഴിക്കുന്നത് അതിൻ്റെ അളവെടുക്കും. അപ്പോൾ അതാണ് ഈ ടയർ എന്ന് പറയുന്ന ബട്ടൺ വേണമെന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് നമ്മൾ അളന്നെടുക്കുമ്പോൾ നമുക്കത് ഈസിയാണ്. ഓക്കെ, ഞാൻ ആദ്യം മേടിച്ചത് ഇതായിരുന്നു. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം. അതായത് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കിച്ചൺ സ്കെയിൽ എന്ന് പറയും. കിച്ചൺ സ്കെയിൽ അല്ല നമുക്ക് ശരിക്കും വേണ്ടത്. ഇത് ശരിക്കും 0 അതായത് കണ്ട 0 ഗ്രാമേ ഉള്ളൂ. 0.00 ഇല്ല. അതായത് 1 ഗ്രാം ആയാൽ മാത്രമേ ഇത് അളക്കുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിൽ അളവ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റില്ല. കണ്ടോ, ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു, പക്ഷേ ഇപ്പോഴും അത് 0 തന്നെയാണ് നിൽക്കുന്നത്. അത് കാണിക്കില്ല. അത് ഈവൻ 1 ഗ്രാം ആയാൽ പോലും ചിലപ്പോൾ കാണിക്കില്ല. മോർ ദാൻ 1 ഗ്രാം ഉണ്ടാവും. ഇപ്പോൾ കൂടി തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് 0.00 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾ വിചാരിക്കും ഈ ഇത്രയും പെർഫെക്ഷനിൽ ഇതിനെ അളന്നെടുക്കണമെന്ന്. ഇത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു, കാരണം നമ്മളുടെ ഓരോ ഇൻഗ്രീഡിയൻസും വില കൂടിയതാണ്. അത് കംപ്ലീറ്റ് നമ്മൾ യൂസ്ലെസ് ആവും. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഈ അളവ് നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ പിന്നീട് നമുക്കത് ട്രയൽ നടത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ സ്കെയിൽ, ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുന്നത്, തൂക്കം നോക്കുന്ന ഡിജിറ്റൽ സ്കെയിൽ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇത് 70% ആണ്. 90% സൊല്യൂഷനും നമുക്ക് അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഫംഗൽ ബാക്ടീരിയ അങ്ങനെ കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പാത്രങ്ങളാണ്. ഇതിപ്പോൾ ഇതുപോലെ ഇല്ല എന്ന് വെച്ചാൽ പിടിയുള്ളതാണെങ്കിൽ ഈസിയാണ്. ഗ്ലാസ്സോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ മിക്സ് ചെയ്യാനുള്ള പാത്രങ്ങൾ, മിക്സ് ചെയ്യാനുള്ള ടീസ്പൂണുകൾ, സിലിക്കോണിൻ്റെ ഇതുപോലെയുള്ള ഇത് കിട്ടുവാണെങ്കിൽ എളുപ്പമാണ്. കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വടിച്ചിടാനും ഒക്കെ വളരെ സുഖമാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനം കുറഞ്ഞ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഇതുപോലെയുള്ള പാത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം 2 ഗ്രാം ഒക്കെ അളക്കാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ ഈ ഫില്ലേഴ്സ് ഇല്ലേ, മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ ഫില്ലർ കിട്ടുമല്ലോ, അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് കഴുകി എടുത്ത് വയ്ക്കാം. അതും യൂസ് ചെയ്യാം. പിന്നെ ഇത്
നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇപ്പം നമ്മൾ ക്രീം ഫുള്ളായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. അല്ല ബേസിലാണ് നമ്മൾ മിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ടീസ്പൂണുകൾ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് pH ടെസ്റ്റൈൽ. pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റൈൽ. കാരണം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോഴും പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബേസ് ക്രീമാണ് പോലും ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. pH പ്രോപ്പറായിട്ട് വന്നാലേ അത് സ്കിന്നിന് യൂസ്ഫുൾ ആവുള്ളൂ, അത് കേടാവാതിരിക്കുള്ളൂ. ആദ്യം നമുക്ക് സ്ട്രിപ്സ് മതി. ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണമെന്നില്ല. സ്ട്രിപ്സ് വില കുറവാണ്. ഞാൻ ഇതുപോലെയുള്ളതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആദ്യം സ്ട്രിപ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ബേസ് ക്രീം ഉപയോഗിക്കാത്തവർ, അതായത് നമ്മൾ കംപ്ലീറ്റ് ക്രീം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചൂട് നോക്കാനായിട്ടുള്ളൊരു. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലും വാട്ടറും ഒക്കെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതൊരിക്കലും മിക്സായിട്ട് വരില്ല. ജെല്ലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം അത്ര വരില്ല. പക്ഷേ ഹോട്ട് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വേണ്ടൊരു കാര്യമാണ്. നമ്മൾ എക്യുപ്മെൻറ്റ്സ് മേടിക്കുമ്പോൾ എപ്പോഴും എല്ലാ വെബ്സൈറ്റുകളും ചെക്ക് ചെയ്യുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും നല്ല ക്വാളിറ്റിയുള്ള സാധനവും മേടിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ബേസിക് സാധനങ്ങളുടെയൊക്കെ റേറ്റ് നമുക്ക് എടുത്തിട്ട് ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അതുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.